കോൺഗ്രസിൽ വീണ്ടും KPCC പ്രസിഡന്റ് ആരാവും എന്നുള്ള തീരുമാനത്തിൻ്റെയൊക്കെ ചർച്ചയൊക്കെ വീണ്ടും തുടങ്ങുന്നു. പ്രധാനപ്പെട്ട നേതാക്കളെ ഡൽഹിക്ക് വിളിപ്പിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും ഒക്കെ ഡൽഹിക്ക് വിളിപ്പിച്ചു എന്നാണ് അറിയുന്നത്. ഹൈക്കമാൻഡ് ആയിട്ട് ചർച്ച ഉടനെ ആരംഭിക്കും എന്നാണ് അറിയുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി, ഖാർഗെയൊക്കെ ഇതിനു വേണ്ടിയിട്ട് അടുത്ത ചർച്ചകൾ ആരംഭിക്കുന്നു എന്നാണ് ഇപ്പോൾ പൊതുവെ പുറത്തു വരുന്ന വാർത്തകൾ. അപ്പോൾ ഇനിയുള്ളൊരു സംശയം എന്ന് വെച്ചാൽ ആരാകും KPCC പ്രസിഡന്റ് എന്നുള്ള കുറേ കാലമായി നമ്മളും പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്. യുവ നേതാവുമോ, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന പഴയ നേതാക്കളാരെങ്കിലും ആവുമോ? അപ്പോൾ അത് തന്നെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, MP ഇപ്പം നിലവിലൊരു സ്ഥാനം വഹിക്കുന്ന ആൾ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുമോ എന്നിങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചർച്ച വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നേരത്തെ ഇലക്ഷൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ ഒരു നിലവിൽ MP സ്ഥാനത്തുള്ളവരാരും MLA സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ട എന്നുള്ളതൊക്കെ വന്നതുകൊണ്ട് ആ ഒരു നിലപാട് മാറ്റം KPCC പ്രസിഡന്റിനെ തീരുമാനിക്കുന്നതിലും ഉണ്ടാവില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും എല്ലാവരും നോക്കുന്നത്. അല്ല, പാർട്ടി കോൺഗ്രസ് ആയതുകൊണ്ട് നമുക്കൊന്നും നേരത്തെ കൂട്ടി പറയാൻ കഴിയില്ല. കാര്യം കോൺഗ്രസ് ആണ്, ഹൈക്കമാൻഡാണ് തീരുമാനമെടുക്കാൻ പോകുന്നത്. ഇതിന്റെ അകത്ത് ഈ പറയുന്ന നേതാക്കളുടെയൊക്കെ സ്വാധീനം ഉണ്ടാകും. നേതാക്കൾക്കൊക്കെ അഭിപ്രായങ്ങളൊക്കെ പറയാം, ആളുകളുടെ പേര് നോമിനേറ്റ് ചെയ്യാം. അവിടെയും VD സതീശന് വ്യക്തമായ ഒരു റോൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം എന്താ വെച്ചാൽ VD സതീശന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആയതുകൊണ്ട് ആ ഒരു മുഖ്യമന്ത്രി സ്ഥാനം നൽകിയല്ലോ. അതുകൊണ്ട് ഇനിയിപ്പോ KC ഗ്രൂപ്പിന്റെയോ അല്ലെ RC ഗ്രൂപ്പിന്റെയോ അങ്ങനത്തെയുള്ള ആരെങ്കിലും ആയിരിക്കില്ലേ ഇനി സാധ്യത? അതിനാണ് സാധ്യത കൂടുതൽ. കാര്യം നമുക്കറിയാം, മുമ്പാണെങ്കിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ സമയത്താണെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് വേണമെങ്കിൽ ഒരാളുടെ പേര് നോമിനേറ്റ് ചെയ്യാം. പിന്നെ അന്ന് AI പ്രതാപകാലമാണ്, അവരാണ് തീരുമാനിക്കുന്നത് ആർക്ക് ഏത് സ്ഥാനം കൊടുക്കണമെന്ന്. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. VD സതീശന് വലിയ അഭിപ്രായം പറയാമായിരിക്കും, പക്ഷെ VD സതീശന് ഒരു സ്ട്രോങ് ആയ ഒരു മുമ്പൊക്കെ നമുക്കറിയാം, ബൈ ഇലക്ഷന്റെ സമയത്തൊക്കെ VD സതീശന് സ്ട്രോങ് ആയി പറയാം ഇന്ന ആളെ സ്ഥാനാർത്ഥിയാക്കണം എന്ന്. അതെല്ലാം അവരൊക്കെ ജയിക്കുകയും ചെയ്തു. പക്ഷെ അതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം മുഖ്യമന്ത്രി ആയതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ VD സതീശന് വാശി പിടിക്കാനാകില്ല. അല്ലെങ്കിൽ ഒരാളുടെ പേരൊക്കെ പറയാം, പക്ഷെ അയാളെ തന്നെ ആക്കണം എന്ന് പറയാൻ പറ്റില്ല. വേറെ കാര്യം ശ്രദ്ധിക്കണം, VD സതീശൻ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കർക്കശനമായ ഒരു നിലപാടാണ്. അതായത് നമ്മൾ തുടക്കം തൊട്ടേ കാണുന്നതാണ്, ഇലക്ഷന് മുമ്പേ പ്രഖ്യാപിക്കും നിലമ്പൂർ സീറ്റിൽ ഇന്ന ആൾ സ്ഥാനാർത്ഥിയായിട്ട് വേണം എന്ന് പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ ആയി. കാരണം വിട്ടുവീഴ്ച നൽകേണ്ടി വന്നു. കാരണം വേറെ പലരും പല സ്ഥാനാർത്ഥികളെ മുന്നോട്ട് വെച്ചെങ്കിലും VD സതീശൻ്റെ ആവശ്യമാണ് ഉണ്ടായത്. പാലക്കാടിൻ്റെ കാര്യത്തിലാണെങ്കിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും അങ്ങനെ തന്നെ. പിന്നെ VD സതീശൻ പറയുന്ന ഓരോന്നും വളരെ കൃത്യമായിട്ട് വരികയും ചെയ്തു. കാരണം ഇലക്ഷനിൽ എത്ര സീറ്റ് നേടും എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. 102 സീറ്റ് നേടുമെന്ന് പറഞ്ഞു, 12 മന്ത്രിമാർ തോൽക്കുമെന്ന് പറയുന്നു. ഇതൊക്കെ കറക്റ്റായിട്ട് അതേപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ VD സതീശൻ പറയുന്നത് പോലെ ആണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളൊരു രീതിയിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ ഇനിയുള്ള അതേപോലെ മുഖ്യമന്ത്രി ആവണം എന്നുള്ളത് VD സതീശൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അതും പ്രാവർത്തികമായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇനി KPCC പ്രസിഡന്റ് ആരാകണം എന്നുള്ളൊരു തീരുമാനവും കൂടി മുഖ്യമന്ത്രി സ്വാഭാവികമായിട്ടും VD സതീശൻ്റെ മനസ്സിൽ ഒരാളുണ്ടാവുമായിരിക്കും എന്തായാലും. അപ്പോൾ അയാളുടെ പേര് എന്തായാലും VD സതീശൻ നിർദ്ദേശിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അത് ഒരു ഭാഗത്ത് നിൽക്കും എന്നുള്ളതല്ലേ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അത് പൂർണ്ണമായി അത് ശരിയാണെന്ന് പറയാൻ കഴിയില്ല. ചേട്ടൻ പറഞ്ഞതുപോലെ കണക്കുകൾ കൃത്യമായിരുന്നു. അദ്ദേഹം പറഞ്ഞ സ്ഥാനാർത്ഥികളൊക്കെ മികച്ച സ്ഥാനാർത്ഥികളായിരുന്നു, ജയിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നതൊക്കെ ശരിയാണെന്ന് പറയുമ്പോഴും ഒന്നാമത്തെ കാര്യം VD സതീശന്റെ ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കുന്ന പോലെയാണ് പൊക്കോണ്ടിരുന്നത്. പക്ഷെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, VD സതീശൻ പറയാൻ പോകുന്ന പേര് ആരുടേതാണ്? ഒരു കോൺഗ്രസ് പോലൊരു പാർട്ടിയിൽ ഒരുപാട് കാര്യങ്ങൾ മാനദണ്ഡങ്ങളായി എടുക്കേണ്ടി വരും. ഷാഫി പറമ്പിലിന്റെ പേര് പറയുമോ? ഇതൊക്കെ ഓപ്ഷനാണ്. ഷാഫി പറമ്പിലിന്റെ പേര് പറയാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പേര് പറയുമോ? ഷാഫി പറമ്പിലിന്റെ പേരാണെങ്കിൽ യുവ ശബ്ദങ്ങളിൽ നിന്നും വലിയ എതിർപ്പുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഷാഫി പറമ്പിലിന്റെ പേര് പറയുകയാണെങ്കിൽ പറയാൻ സാധ്യത കുറവാണെന്ന് തോന്നുന്നു. കാരണം ഇതുവരെ ആണെങ്കിൽ ഇപ്പൊ ചിലപ്പോൾ പറഞ്ഞു തന്നെ. പക്ഷെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കുന്ന ആ ഘട്ടം വന്നപ്പോൾ ഷാഫി KCയുടെ ഭാഗത്തേക്ക് നിന്നു എന്നുള്ളൊരു പ്രചരണം ഉണ്ടായിരുന്നു പൊതുവെ. ഷാഫി ഒരു KCയുടെ ഭാഗത്ത് നിൽക്കുന്നൊന്നും ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ KCയുടെ ഒപ്പമാണോ 64 MLA മാരോ അങ്ങാണ്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഷാഫിയും ഉൾപ്പെടെയുള്ള പല നേതാക്കളും KCയുടെ ഭാഗത്ത് നിന്നപ്പോൾ ഈ ഷാഫിയും VD സതീശനും തമ്മിലുള്ള ഒരു ബന്ധം മുറിഞ്ഞു പോയതുപോലെയല്ലേ തോന്നുന്നത്. അതിനുശേഷം പിന്നെ നടക്കുന്ന സംഭവങ്ങളൊക്കെ KC രണ്ട് തട്ടിലാണോ എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ. ഷാഫിയുടെ പേര് പറയുമെന്ന് ഞാൻ പറയുന്നില്ല. ഷാഫിയുടെ പേര് പറയുകയാണെങ്കിൽ വലിയ പ്രതിഷേധങ്ങളിലേക്ക് പോകാതെ യുവ നേതാക്കളൊക്കെ അതിൽ അഡ്ജസ്റ്റ് ആവും, അല്ലെങ്കിൽ തൃപ്തരാകുമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അവിടെ പേര് പിന്നെ ചേട്ടൻ പറയുന്നത് പോലെ VD സതീശൻ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നു, VD സതീശൻ ഇഷ്ടത്തിനനുസരിച്ച് ഹൈക്കമാൻഡ് മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ മറ്റൊരു പ്രശ്നമുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ 3 പേരുകളാണ് കോൺഗ്രസിൽ ഉയർന്നു കേട്ടത്. രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ, VD സതീശൻ. അതിൻ്റെ അകത്ത് VD സതീശനെ മുഖ്യമന്ത്രിയാക്കി. VD സതീശനെ മുഖ്യമന്ത്രിയാക്കിയപ്പോൾ രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ച ഒരു കാര്യം എന്ന് പറയുന്നത് തനിക്ക് ആഭ്യന്തര വകുപ്പ് വേണം, അത് നൽകുകയും ചെയ്തു.
പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? ആ സമയത്തും KPCC പ്രസിഡന്റിനെ താൻ പറയുന്ന ആളെ ആക്കണമെന്നൊരു ആവശ്യം വെച്ചിരുന്നു. പക്ഷെ മറുവശത്ത് അങ്ങനെ നോക്കുമ്പോൾ KC വേണുഗോപാലിനെയാണ് ആ സമയത്ത് അദ്ദേഹത്തിനെ മുഖ്യമന്ത്രിയാക്കിയിട്ടില്ല, അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം നൽകാൻ അദ്ദേഹം മത്സരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ KC വേണുഗോപാൽ പറയുന്ന ആൾക്കായിരിക്കില്ല, അല്ലെങ്കിൽ KC വേണുഗോപാലിന്റെ വാക്കിനായിരിക്കും അവിടെ പ്രാധാന്യം കിട്ടാൻ പോകുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, സ്വാഭാവികമാണ്, കോൺഗ്രസ് ആണ്, എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടായിരിക്കണം അന്ന് KC വേണുഗോപാലിനെ ഒതുക്കിയിട്ടുള്ളത്. KC വേണുഗോപാൽ ആണെങ്കിൽ, KC വേണുഗോപാൽ പറയുന്ന ഒരാൾ, നിർദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ KC വേണുഗോപാൽ ആരെ നിർദ്ദേശിക്കും എന്നുള്ള ഒരു ചർച്ചയും കൂടി വരുന്നുണ്ട്. കാരണം യുവാക്കളെ ആയിരിക്കുമോ അല്ല നേരത്തെ ഉണ്ടായിരുന്ന ഒരു മുതിർന്ന നേതാക്കളെ ആയിരിക്കുമോ വരാൻ സാധ്യത? അല്ല, ഇതിന്റെ അകത്ത് ഒന്നിലധികം പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഒരു മാറ്റത്തിന് വേണ്ടി യുവാക്കൾക്ക് KPCC കൊടുക്കുമോ എന്നുള്ളത്. KPCC പ്രസിഡന്റ് ഒരു യുവാവിനെ ആക്കുമോ? അതിനുള്ള അത്രയൊക്കെയുള്ള വിശാല മനസ്സ് കോൺഗ്രസിനുണ്ടായോ? കാര്യം മുതിർന്ന നേതാക്കൾ ഇന്നും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി തമ്മിൽ തല്ലുന്നുണ്ട്. അപ്പോൾ ഇത്രയും വിശാലമായ ഒരു മനസ്സ് കോൺഗ്രസിനുണ്ടായോ എന്നൊരു ചോദ്യമുണ്ട്. ഒരു യുവ നേതാവിന് കൊടുക്കുന്ന കാര്യം സംസാരിക്കുകയാണെങ്കിൽ, കൊടിക്കുന്നിൽ സുരേഷ് ഇതിനു മുൻപും പല ആവർത്തി ഒരു ദളിതനായിട്ടുള്ള അല്ലെങ്കിൽ പിന്നോക്ക സമുദായത്തിൽ നിന്നുള്ള ഒരാളെ KPCC പ്രസിഡന്റ് ആക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് എങ്കിൽ അത് ഇതുവരെയുള്ള ജാതി സമവാക്യങ്ങളെയും കോൺഗ്രസിലെ എല്ലാം ജാതി സമവാക്യങ്ങളെ മാറ്റിക്കൊണ്ടുവരുന്ന ഒരു പേരായിരിക്കും. അത് ഒരു പുതിയ രീതിയായിരിക്കും, കോൺഗ്രസിൽ വരുന്ന ഒരു മാറ്റമായിരിക്കും. പക്ഷെ അതിന് കോൺഗ്രസ് തയ്യാറാകുമോ എന്നൊരു ചോദ്യമുണ്ട്. പിന്നെ ചേട്ടൻ ആദ്യം സൂചിപ്പിച്ചു, അവിടെ പ്രശ്നം വരുന്നത് കൊടിക്കുന്നിൽ സുരേഷ് നിലവിൽ MP ആണ്. പക്ഷെ ഈ ഒരു തീരുമാനം നിലവിലുള്ള MP മാരെ KPCC പ്രസിഡന്റിനെ ആക്കി മാറ്റണ്ട, KPCC പ്രസിഡന്റ് ആക്കി മാറ്റണ്ട എന്നുള്ളൊരു തീരുമാനം എടുത്തത് അതിൽ തന്നെ ഉറച്ചു നിൽക്കുമെങ്കിൽ ഒരിക്കലും അത്തരമൊരു തീരുമാനത്തിലേക്ക് പോകുമോ എന്ന് നമുക്കറിയില്ല. MP മാരും MLA മാരും അല്ലെങ്കിൽ നിലവിൽ സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്നവർ ആരും തന്നെ വേണ്ട എന്ന് പറയുമെന്ന് തോന്നില്ല. അത് പറയുന്നതിന്റെ അടിസ്ഥാനം എങ്ങനെയായിരിക്കും? 3 നേതാക്കളും മുന്നോട്ട് വയ്ക്കുന്ന ആളുകളുടെ പേരിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പോൾ ചിലപ്പോൾ അങ്ങനെയും വരാം. ഈ കോൺഗ്രസിന്റെ ഒരു രീതി MP മാർ മത്സരിക്കേണ്ട എന്ന് പറഞ്ഞതുപോലെ നിലവിൽ സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്നവർ പുതിയ സ്ഥാനമാനങ്ങൾ ഏറ്റെടുക്കണ്ട എന്ന് പറയുകയാണെങ്കിൽ അതും മാതൃകാപരമാണ്. ഇനി MP ആണ് കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറയുന്നത്. അദ്ദേഹം നിരന്തരം ആവശ്യപ്പെടുന്ന കാര്യം പിന്നോക്ക സമുദായത്തിൽ നിന്ന് ഒരാളെ കൊണ്ടുവരണം. അപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് അല്ലാതെ ആ സമുദായത്തിൽ നിന്ന് മറ്റൊരാളെ വേണമെങ്കിൽ കോൺഗ്രസിന് കണ്ടുപിടിക്കാം. കോൺഗ്രസ് മാറാൻ തയ്യാറായിട്ടിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരം മാറ്റങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തന്നെ. പിന്നെ VD സതീശൻ ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള ഒരു നിലപാടെടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. പാർട്ടിക്കകത്ത് തന്നെ തനിക്കെതിരെ ശക്തമായി ഒരു ചേരിയുണ്ട് എന്ന് VD സതീശൻ അറിയാം. പല വിഷയങ്ങളിലും എല്ലാ വിഷയങ്ങളും എടുക്കുമ്പോഴും അതിനെയും രണ്ടായിട്ട് കാണേണ്ട ഒരു കാര്യമുണ്ട്. ഒന്ന് എന്ന് പറയുന്നത്, പാർട്ടിക്കകത്ത് തനിക്കെതിരായ ഒരു ചേരി രൂപപ്പെടുന്നുണ്ട്. ഒന്ന്. മറുവശത്ത് രണ്ടാമത്, സാധാരണക്കാരായ ജനങ്ങളെ കോൺഗ്രസ്സുകാർ എല്ലാവരും കൂടി ചേർന്ന് പറ്റിക്കുന്നതാണോ എന്നൊരു സംശയം കൂടി ഉണ്ട്. വിഴിഞ്ഞം വിഷയം, ഇത്തരത്തിൽ വലിയ വലിയ വിഷയങ്ങൾ, PM ശ്രീ വിഴിഞ്ഞം, ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ വലിയ രീതിയിൽ നിൽക്കുമ്പോൾ പാർട്ടിക്കകത്ത് തന്നെ KSU പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് KSUക്കാർ ഇടയുന്നു. ഇത്തരം കാര്യങ്ങൾ പിന്നെ മറുചേരി വരുന്നു, സഹായിക്കുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട വിഷയങ്ങൾ, പല വിഷയങ്ങളിൽ നിന്നും സമൂഹത്തെ, മാധ്യമങ്ങളെ മാറ്റാൻ വേണ്ടി കോൺഗ്രസിന്റെ നേതാക്കൾക്ക് കഴിയുന്നുണ്ട്. ഇത് പാർട്ടി കോൺഗ്രസ് ആയതുകൊണ്ട് ഇവരെല്ലാം കൂടി പ്ലാൻ ചെയ്ത് സാധാരണക്കാരെ, ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതാണോ എന്ന് നമുക്കറിയില്ല. ഇതിലൊരു കാര്യം എന്താ പറയാനുള്ളത് വെച്ചാൽ, VD സതീശനാണ് ആള്. പറഞ്ഞ കാര്യങ്ങളിൽ അല്ലെങ്കിൽ തനിക്ക് ജയിക്കണം എന്നുള്ളൊരു വാശി VD സതീശനുണ്ട് എന്നാണ് നമ്മൾ ഇത്രയും മുഖ്യമന്ത്രി ആയതിനു ശേഷവും നമ്മൾ കണ്ടുവരുന്നത്. അത് എന്താണോ എൻ്റെ നിലപാട്, അത് ജയിക്കണം എന്നുള്ളൊരു രീതിയിലാണ് വരാൻ പോണത്. പറയട്ടെ. അപ്പോൾ എന്താ വെച്ചാൽ, അതുകൊണ്ട് ഇപ്പോൾ VD സതീശനെതിരെ ഒരു ചേരി അല്ലെങ്കിൽ ആരെങ്കിലും എതിർ ഭാഗത്തുനിന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ വരുന്നുണ്ടെങ്കിൽ അതും കൂടി തടയാനുള്ള ഒരു മാർഗമാണ് തൻ്റെ തന്നെ ഒരു ആളെ KPCC പ്രസിഡന്റ് ആയിട്ട് മാറുക എന്നുള്ളത്. അപ്പോൾ KPCC പ്രസിഡന്റും മുഖ്യമന്ത്രിയും എല്ലാം എൻ്റെ കയ്യിൽ നിൽക്കുകയും അപ്പോൾ പിന്നെ ഒരാളും എതിർത്ത് വരാൻ ഒരാളില്ലാത്തൊരു അവസ്ഥയിലേക്ക് മാറൂല എന്നുള്ളതാണ്. പക്ഷേ ഇത് പാർട്ടി CPM അല്ലല്ലോ. എതിർത്ത് മറ്റൊരാൾ വരാതെ മുഖ്യമന്ത്രി തന്നെ എല്ലാ കാര്യവും നിയന്ത്രിക്കാൻ പാർട്ടി CPM അല്ല, തീരുമാനങ്ങൾ തീരുമാനിക്കുന്നില്ല. അല്ല, മുഖ്യമന്ത്രി ചേട്ടൻ പറഞ്ഞത് വെച്ചിട്ടാണെങ്കിൽ KPCC ഇപ്പൊ MP ഗോവിന്ദനും പിണറായി വിജയനും പോലെ ഒരു കോംബോ ആണ് വരുന്നതെങ്കിൽ പിന്നെ അതിനപ്പുറത്തേക്ക് ഒരാൾ സംസാരിക്കില്ല എന്നാണ്. പാർട്ടി കോൺഗ്രസ് ആണ്, ആവശ്യത്തിനും അനാവശ്യത്തിനും ജനാധിപത്യം സംസാരിക്കുന്ന പാർട്ടിയാണ്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് നിയന്ത്രിക്കാൻ ഹൈക്കമാൻഡ് ഉണ്ട്. ഹൈക്കമാൻഡിന്റെ എനിക്ക് തോന്നുന്നത്. അല്ല, VD സതീശന്റെ കയ്യിൽ ചിലപ്പോൾ തന്ത്രങ്ങൾ ഉണ്ടാകാം. പക്ഷെ അപ്പോഴും മറ്റൊരു പ്രശ്നമുണ്ട്. VD സതീശൻ പറയുന്ന ആളിനെയാണ് KPCC പ്രസിഡന്റ് ആക്കുന്നത്. തീരുമാനം എടുക്കുന്നത് മുഖ്യമന്ത്രി VD സതീശനല്ല. ഗവൺമെന്റ് പ്ലീഡർ നിയമനം പോലെ സർക്കാരിന് തീരുമാനം എടുക്കാൻ പറ്റുന്ന വിഷയമല്ല. തീരുമാനം എടുക്കേണ്ടത് ഹൈക്കമാൻഡാണ്. സ്വാഭാവികമായും നിലവിലെ സാഹചര്യത്തിൽ കേസിക്ക് അനുകൂലമായ ഒരു നിലപാടായിരിക്കണം രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ എടുക്കാൻ പോകുന്നത്. ഇനി ചേട്ടൻ പറഞ്ഞതുപോലെ ഒരു കളി, എന്തെങ്കിലും ഒരു ഗെയിം ഉണ്ടാവുകയും പ്രധാനപ്പെട്ട ഒരാളെ VD സതീശൻ മുന്നോട്ട് വയ്ക്കുക, അല്ല, എന്തെങ്കിലും ഒരു ഗെയിം നടക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ VD സതീശൻ പറയുന്ന ഒരാളിനെ ഹൈക്കമാൻഡ്
KPCC പ്രസിഡന്റ് ആക്കുന്നു എന്ന് തന്നെ ഇരിക്കട്ടെ, വലിയ രീതിയിലുള്ള പ്രതിഷേധം പാർട്ടിക്ക് അകത്തുനിന്നുണ്ടാകും. വടശ്ശേരി ദാമോദര മേനോൻ എന്ന് തുടങ്ങിയെടുത്ത് മുതൽ കഴിഞ്ഞ ദിവസത്തെ അലോഷി സേവ്യറിനെ കണ്ടപ്പോൾ ചിരിക്കാതെ പോയ VD സതീശൻ വരെ വിവാദങ്ങളിൽ നിറഞ്ഞിട്ടുണ്ട് പാർട്ടിക്കകത്ത്. അദ്ദേഹത്തിന്റെ നോമിനിയെ മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ KC വിഭാഗം, എന്തൊക്കെ പറഞ്ഞാലും കോൺഗ്രസ്സുകാർ പറയും KC RC VD വിഭാഗം ഇല്ലെന്ന് പറയുമ്പോൾ വ്യക്തമായൊരു വിഭാഗമുണ്ട്. അവരെ ഇടയിൽ നിന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അതൊക്കെ ഉണ്ട്. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ നിയമിക്കുമ്പോഴും നമ്മൾ കണ്ടതാണ് VD സതീശന് ഒന്നും നടക്കില്ല, KC പറയുന്ന ആളായിരിക്കും ഒരു പക്ഷേ ആവുക. കാരണം 64 MLA KCക്കൊപ്പമുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് KC പറയുന്ന ആളായിരിക്കും മുഖ്യമന്ത്രി ആവുക, അല്ലെങ്കിൽ KC തന്നെയായിരിക്കും എന്നുള്ളൊരു രീതിയായിരുന്നു. പക്ഷേ എന്താണ് സംഭവിച്ചത്? ലാസ്റ്റ് അവസാനം VD സതീശൻ ജനങ്ങൾക്ക് ആരോടാണോ താല്പര്യം അല്ലെങ്കിൽ ആരുടെ പിന്തുണയാണോ ഉള്ളത് എന്ന് കരുതിയിട്ട് VD സതീശനെ തന്നെ മുഖ്യമന്ത്രിയാക്കുന്നു. അതേപോലെ VD സതീശൻ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ, അതായത് ജനങ്ങൾക്ക് പിന്തുണയുള്ള ഒരു നേതാവിനെ ഒരു മുൻനിർത്തി കാണിച്ചു എന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ എന്തായാലും സ്വാഭാവികമായിട്ടും എന്താണ് ഉണ്ടാവുക? പാർട്ടി എതിർപ്പുണ്ടാകുമോ? അല്ലെങ്കിൽ ഇപ്പുറത്തുള്ള ആളെക്കാളും കൂടുതൽ ജനകീയനായ ഒരാളെ കാണിക്കുകയാണെങ്കിൽ അങ്ങനെ സംഭവിക്കാൻ പറ്റില്ല. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ VD സതീശൻ ആരെ പേര് മുന്നോട്ട് വയ്ക്കും? ഷാഫി പറമ്പിൽ മറുവശത്ത് ഉദാഹരണത്തിന് ചേട്ടൻ പറഞ്ഞു ഇപ്പൊ KC വിഭാഗത്തിനൊപ്പമാണ് ഷാഫി എന്ന് തോന്നുന്നു. പോട്ടെ, ഷാഫി പറമ്പിലിന്റെ പേര് രമേശ് ചെന്നിത്തല മുന്നോട്ട് വയ്ക്കുന്നു. വേറെ ആരും ഞാൻ പറഞ്ഞു KC വിടുന്നു, രമേശ് ചെന്നിത്തല പറഞ്ഞു ഷാഫി പറമ്പിലാകട്ടെ എന്ന്. ഷാഫി പറമ്പിലിന് ഓപ്പോസിറ്റ് ആരെ വെക്കും എന്നൊരു ചോദ്യമുണ്ട്. പിന്നെ ചാണ്ടി ഉമ്മൻ, ഇപ്പോൾ കോൺഗ്രസ്സുകാർക്ക് തന്നെ അറിയില്ല ഏത് ഗ്രൂപ്പിലാണ് ഇവരൊക്കെ ഉള്ളതെന്ന്. പലപ്പോഴും പല നിലപാടെടുക്കുന്നത്. ചാണ്ടി ഉമ്മനെ മുന്നോട്ട് വെച്ചാൽ ചാണ്ടി ഉമ്മന് മന്ത്രിസ്ഥാനം നൽകുക, അതിപ്പോ VD സതീശൻ മുന്നോട്ട് വെച്ചാലും ചാണ്ടി ഉമ്മന് മന്ത്രിസ്ഥാനം നൽകാമെന്ന് പറഞ്ഞു, നൽകാത്തത് കൊണ്ട് ചാണ്ടി ഉമ്മനെ വേണമെങ്കിൽ ചാണ്ടി ഉമ്മന്റെ പേര് മുന്നോട്ട് വെക്കാം. അപ്പോൾ ആരെ പേര് വെച്ചാലും നിയന്ത്രിക്കാൻ ഹൈക്കമാൻഡ് ഉണ്ട് എന്നൊരു ബോധം ഉണ്ടാകണം. പിന്നെ VD സതീശന്റെ നോമിനിയാണ് വെക്കുന്നതെങ്കിൽ ഒന്നുകിൽ 3 കൂട്ടർക്കും ഈ പറയുന്ന വലിയ രീതിയിൽ 3 നേതാക്കളുമായും നന്നായി നിൽക്കുന്ന ഒരാളെ വെക്കാം, എങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാകില്ല. മറുവശത്ത് ഒരാളുടെ, പ്രത്യേകിച്ച് VD സതീശന്റെ വാശിക്കനുസരിച്ച് മുന്നോട്ട് വെച്ചാൽ മിണ്ടാതിരിക്കുന്ന രമേശ് ചെന്നിത്തല പോലും, കാര്യം ഇതുവരെയും എല്ലാ വിഷയങ്ങളിലും മുഖ്യമന്ത്രിക്ക് അനുകൂലമായിട്ടൊരു നിലപാടാണ് കുറെ കാലം അല്ല എടുത്തോണ്ടിരിക്കുന്നത്. ചിലപ്പോൾ രമേശ് ചെന്നിത്തല പോലും, കാര്യം അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആകില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ആഭ്യന്തര വകുപ്പും, 2 KPCC പ്രസിഡന്റും. ഇനി എന്ത് കാര്യം പറഞ്ഞിട്ടാണ് നമുക്കറിയില്ല. കോൺഗ്രസ് ആണ്, എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെന്റുകൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ KC വേണുഗോപാൽ പറയുന്ന ആളിനെ KPCC പ്രസിഡന്റ് ആക്കാം എന്നതാണോ മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യം എന്നറിയില്ല. എന്തായാലും കോൺഗ്രസിന് എത്രയും പെട്ടെന്ന് ഒരു KPCC പ്രസിഡന്റിന് ആവശ്യമാണ്. കാര്യം ഇനിയും അത് നീട്ടിക്കൊണ്ടു പോകാനാകില്ല. KSU അല്ലെങ്കിൽ KSUവും മുഖ്യമന്ത്രി VD സതീശനുമായിട്ടുള്ള തർക്കം പരിഹരിക്കാൻ പറ്റാത്തത് ഒരു ഫുൾ ടൈം KPCC പ്രസിഡന്റ് ഇല്ലാത്തതുകൊണ്ട്. ഒരു KPCC പ്രസിഡന്റ് ഉണ്ട്, അദ്ദേഹം MLA ആണ്, മന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് നിരവധി കാര്യങ്ങളുണ്ട്. ഇത്തരം തർക്കങ്ങൾ ഇനിയും തുടരും. ഒരു KPCC പ്രസിഡന്റിനെ കൃത്യമായി ഒരാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ, ഇപ്പൊ KPCC പ്രസിഡന്റിന്റെ പേര് ആരെ പേര് വന്നാലും കോൺഗ്രസിൽ ഇപ്പോൾ എന്തായാലും അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടാകും. എന്നാൽ അത് കുറച്ച് കഴിയുമ്പോൾ മാറും. സണ്ണി ജോസഫിനെ വെച്ച് മുന്നോട്ട് പോകാനാണെങ്കിൽ സർക്കാരും കോൺഗ്രസിന്റെ തന്നെ പോഷക സംഘടനകളും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പോൾ പരിഹരിക്കാൻ പറ്റണം. പിന്നെ ഈ പറയുന്ന പോലെ KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തലയ്ക്ക് അപ്പുറത്തേക്ക് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായങ്ങൾ കൂടി തേടിയിട്ടായിരിക്കും ഒരു തീരുമാനത്തിലെത്തുക. പിന്നെ പാർട്ടി കോൺഗ്രസ് ആയതുകൊണ്ട് ആര് വേണമെങ്കിലും KPCC പ്രസിഡന്റ് ആക്കാം. നമ്മൾ ആരും മനസ്സിൽ പോലും ചിന്തിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യാത്ത ശശി തരൂരിനെ വേണമെങ്കിലും പിടിച്ച് KPCC പ്രസിഡന്റ് ആക്കാം. കാര്യം പാർട്ടി കോൺഗ്രസ് ആണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല.